Friends, good morning and welcome back to Indian Writings in English. Now we have Interpreter of Melodies written by Jumba Lahiri. Now let's have a quick recap on what we have studied in the last class. Mr. and Mrs. Das and their 3 children were on a trip to Sun Temple at Konark. They were on a visit to India from America. They were descendants of Indians who immigrated to America. They had hired a tourist guide, Mr. Kapasi, to take them to the Konark Temple. On the day, Mr. Kapasi tells them that he is working as a tour guide only for 2 days. Saturday and Sunday. The rest of the week he is working as an interpreter for a doctor who does not know Gujarati language. Mrs. Das was not much interested in Kapasi's earlier. However, this information made her interest in him. She even commented that the job is really romantic. She says that the patients depended more on Kapasi rather than on the doctor because it is the interpretation of melodies done by Kapasi that helps the doctor to cure them. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. കാരണം എന്താണ്, ഇയാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് മിസ്റ്റർ കപ്പാസിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയായി ടൂറിസ്റ്റ് ഗൈഡായിട്ട് ചോദിച്ചപ്പം പറഞ്ഞു, ഞാൻ 2 ദിവസമാണ് ഈ ജോലി ചെയ്യാറ്, സാറ്റർഡേയും സൺഡേയും. അല്ലാത്ത ദിവസമൊക്കെ ഞാനൊരു ഡോക്ടറുടെ അടുത്ത് ഇന്റർപ്രറ്ററായാണ് നിൽക്കാറുള്ളത്, എൻ്റെ ജോബ് അതാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭയങ്കരമായിട്ട് അത്ഭുതമാവാണ് നമ്മുടെ മിസ്സിസ് ദാസിന്. മീന ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് ചോദിക്കാണ്, ഇത് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ജോലിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യം കാണിക്കാണ് മിസ്സിസ് ദാസ്. ഓക്കെ, അങ്ങനെ ആ ദാസ് പറഞ്ഞു ഇതൊരു ബിഗ് റെസ്പോൺസിബിലിറ്റി ആണല്ലോ അല്ലെ, യു ഹാവ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി യു ഹാവ് ദർ നിയർ ദ ഡോക്ടർ എന്നൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് മിസ്റ്റർ ദാസും അത് അംഗീകരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. കപ്പാസി അഗ്രീഡ് ആഫ്റ്റർ സം ഹെസിറ്റേഷൻ, സോ ദ പേഷ്യൻസ് ആർ ടോട്ടലി ഡിപ്പെൻഡന്റ് on you, Mrs. Das said. She spoke slowly as if she were thinking around. In a way more dependent on you than the doctor. How do you mean? How could we like? അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വെൽ ഫോർ എക്സാമ്പിൾ യു കുഡ് ടെൽ ദ ഡോക്ടർ ദാറ്റ് ദ പ്ലെയിൻ ഫെർട്ട് ലൈക്ക് ദ ബേണിംഗ് നോട്ട് സ്ട്രോ. അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ മാറി പറഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക, അതുകൊണ്ട് നിങ്ങൾ നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾ തന്നെയാണ്, ഒരു ഡോക്ടർ അടുത്തായതുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. മിസ്റ്റർ കപ്പാസി ഹാഡ് നെവർ തോട്ട് ഓഫ് ഹിസ് ജോബ് ഇൻ സച്ച് എ കോംപ്ലിമെന്ററി ടേംസ്. അപ്പൊ ഭയങ്കര കോംപ്ലിമെന്റ്സ് ആണ് മിസ്സിസ് ദാസിൽ നിന്നും ഈ ഡോക്ടറുടെ അടുത്ത് ഇന്റർപ്രറ്റർ ആണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ദാസിന് കിട്ടിയത്. ഇതാട്ടോ ഇവിടെയാണ് നമ്മൾ എത്തിയത്. അതാണ് കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നത്. നിങ്ങൾക്ക് ആ ഒരു സ്ഥലം കാണിച്ചു തരുന്ന സ്ലൈഡിൽ എന്ന് വിചാരിച്ചിട്ടോ ഇവിടെയാണ് എത്തിയത് നമ്മൾ. കപ്പാസി ഹാഡ് നെവർ തോട്ട്. ഓക്കെ, Kapasi had never thought of his job in such a complimentary terms. To him, it was thankless occupation. He found nothing noble in interpreting people's maladies, assiduously translating the symptoms of so many swollen bones, countless cramps of bellies and bowels, spot on people's palms that changed color, shape, or size. The doctor, nearly half of his age, had an affinity for bell-bottom trousers and made humorless jokes about the Congress Party. അപ്പം മിസ്റ്റർ കപ്പാസിക്ക് ഇവള് ഇത്രയും കോംപ്ലിമെന്റ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് മിസ്റ്റർ കപ്പാസിക്ക് ഇത്രയും കോംപ്ലിമെന്റ് ഉള്ള പണിയാണ് ഇത് എന്നൊന്നും അവൾക്ക് ഫീൽ ചെയ്തില്ല. അയാൾക്കതൊരു താങ്ക്ലെസ് ഒക്യുപ്പേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഹി ഫൗണ്ട് നത്തിങ് നോബിൾ ഇൻ ഇന്റർപ്രറ്റിംഗ് പീപ്പിൾസ് മെലഡീസ്. ഒന്നും നോബിൾ ആയിട്ട് ഒന്നും ശ്രേഷ്ഠമായിട്ട് തോന്നിയില്ല ജനങ്ങളുടെ മാലഡീസ് ഡിസീസുകൾ ഇന്റർപ്രറ്റ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട്. ഡോക്ടർക്ക് ഗുജറാത്തി ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് എന്താണ് ഇവരുടെ അസുഖം എന്ന് അവർ ഗുജറാത്തി ലാംഗ്വേജിൽ പറയും. മിസ്റ്റർ കപ്പാസി നോസ് ദ ഗുജറാത്തി ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അയാൾ അവിടെ എത്തിയത്. പിന്നെ അങ്ങനെ അസിഡ്യൂസ്ലി ട്രാൻസ്ലേറ്റിംഗ് ദി സിംറ്റംസ് ഓഫ് സോ മെനി സൊല്ലൻ. അയാൾ കുറേ ദൃഢമായിട്ട് നല്ല ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട് സിംറ്റംസിനെ കുറിച്ചിട്ട്. അയാളിങ്ങനെ ആലോചിക്കുക, ഇത്രയും കോംപ്ലിമെന്റ് ഉള്ള പണിയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ ദൃഢമായിട്ട് ചില കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സിംറ്റംസ് ഓഫ് സോ മെനി സൊല്ലൻ ബോൺസ്
അപ്പൊ നോക്കൂ, എന്തൊക്കെ അസുഖങ്ങളുള്ള ആളവിടെ വരാറുണ്ട്. അയാൾ ഇങ്ങനെ ആലോചിക്കാണ് കൂടുതൽ അതിനെ കുറിച്ചിട്ടില്ലേ. മിസ്സിസ് ദാസ് കമന്റ് മെയ്ഡ് മിസ്റ്റർ കപ്പാസി തിങ്ക് മോർ അബൌട്ട് ഹിസ് പ്രൊഫഷൻ. അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും കോംപ്ലിമെന്റ് കിട്ടിയ സമയത്ത് അവിടെ എന്താണ്, കൗണ്ട്ലെസ് ക്രാംസ് ഓഫ് ബെല്ലീസ് ആൻഡ് ബവൽസ് സ്പോട്ട് ഓൺ പീപ്പിൾസ് പാംസ് ദാറ്റ് ചേഞ്ച്ഡ് കളർ ആൻഡ് ഷേപ്പ്. അവിടെ എണ്ണമറ്റ എന്താണ് ക്രാംസ് പറഞ്ഞ മലബന്ധമുള്ള ആളുകൾ, ക്രാംസ് ഓഫ് ബെല്ലീസ് ആൻഡ് ബവൽസ് മീൻസ് കുടലിലെ കുടലിൽ അസുഖമുള്ള ആളുകൾ, പിന്നെ സ്പോട്ടുകൾ പീപ്പിളിന്റെ പാമില്, കൈകളില്, കൈപ്പത്തിയില് ഒക്കെ സ്പോട്ടുകൾ, അത് കളർ മാറുക, അങ്ങനെ പല അസുഖമുള്ള പല സൈസിലുള്ള മുഴകള്, എന്താണ് കളർ മാറ്റങ്ങൾ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അയാൾ വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ട് ഡോക്ടർക്ക്. ദ ഡോക്ടർ നിയർലി ഹാഫ് ഈസ് ഹേജ് ഹാഡ് ആൻ അഫിനിറ്റി ഫോർ വെൽ ബോട്ടൺ ട്രൗസേഴ്സ്. അയാൾ എന്താണ് ന്യൂ ട്രെൻഡുള്ള ഒരു ഡോക്ടറാണ്. വെൽ ബോട്ടൺ ട്രൗസറൊക്കെ ഇട്ടിട്ട് പ്രായമൊന്നുമില്ലാത്തൊരു ഡോക്ടറാണ്. ആളെപ്പോഴും എന്താണ് കോൺഗ്രസ് പാർട്ടിനെ കുറിച്ചിട്ട് ഹ്യൂമറൊന്നും ഇല്ലാതെ ജോക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഇവർ നല്ല രീതിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ടുഗദർ ദേ വർക്ക്ഡ് ഇൻ എ സ്റ്റൈൽ ലിറ്റിൽ ഇൻഫർമറി വേർ മിസ്റ്റർ കപ്പാസി സ്മാർട്ട്ലി ടൈലേർഡ് ക്ലോത്ത്സ് ക്ലങ് ടു ഹിം ഇൻ ദ ഹീറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ബാക്ക് ബ്ലേഡ്സ് ഓഫ് ദി സീലിംഗ് ഫാൻ churning over their heads. അങ്ങനെ അവർ നല്ല രീതിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു എന്താണ് സ്റ്റെയിൽ ലിറ്റിൽ ഇൻഫർമറി. സ്റ്റെയിൽ മീൻസ് പഴയ, ലിറ്റിൽ ഇൻഫർമറി മീൻസ് ഹോസ്പിറ്റൽ. എന്താണ് അവർ രണ്ടുപേരും നല്ല രീതിയിലാണ് അവരുടെ ഈ ഹോസ്പിറ്റലിൽ ഇൻഫർമറിയിൽ അവർ വർക്ക് ചെയ്യുന്നത്. അവിടെ നല്ല ചൂടായിരുന്നു, കാരണം പഴയൊരു ഹോസ്പിറ്റൽ. ആ ഫാനൊക്കെ എന്താണ് സീലിംഗ് ഫാൻ ചേണിങ് ഓവർ ദെയർ ഹെഡ്സ്. ചേണിങ് പറഞ്ഞാൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ട്, വലിയ കാറ്റൊന്നുമില്ല, ഷെയ്ക്ക് ചെയ്തുകൊണ്ടാണ് അത് കറങ്ങുന്നത്. അതുകൊണ്ട് മിസ്റ്റർ കപ്പാസിന്റെ ഡ്രസ്സ് അയാളെ ചൂടിൽ നിന്നും സഹായിച്ചു എന്നാണ് പറഞ്ഞത് അല്ലെ. കപ്പാസി സ്മാർട്ട്ലി ടൈലേർഡ് ക്ലോത്ത്സ് ക്ലങ് ടു ഹിം ഇൻ ദ ഹീറ്റ്. ചൂടായിട്ട് മിസ്റ്റർ കപ്പാസിന്റെ ഡ്രസ്സുകൾ അയാളെ സഹായിച്ചു ചൂടിൽ നിന്നും. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ജോബ് വാസ് എ സൈൻ ഓഫ് ഹിസ് ഫെയിലിംഗ്സ്. ഇൻ ഹിസ് യൂത്ത് ഹി ഹാഡ് ബീൻ എ ഡിവോട്ടഡ് സ്കോളർ ഓഫ് ഫോറിൻ ലാംഗ്വേജസ്, ദി ഓണർ ഓഫ് an impressive collection of dictionaries. He had dreamed of being an interpreter for diplomats and dignitaries, resolving the conflict between people and nations, settling disputes of which he alone could understand both sides. He was a self-educated man. In a series of notebooks in the evening before his parents settled his marriage, he had listed the common etymologies of words. At one point in his life, he was confident that he could converse, if given the opportunity, in English, French, Russian, Portuguese and Italian, not to mention Hindi, Bengali, Oriya and Gujarati. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജോബ്, ദ ജോബ് വാസ് സൈൻ ഓഫ് ഫെയിലിങ്സ്. അദ്ദേഹത്തിൻ്റെ ജോബ് പരാജയത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ഇൻ ഹിസ് യൂത്ത് ഹി ഹാവ് ബീൻ എ ഡിവോട്ടഡ് സ്കോളർ ഓഫ് ഫോറിൻ ലാംഗ്വേജസ്. അദ്ദേഹത്തിൻ്റെ മുന്നത്തതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. അദ്ദേഹം ഫോറിൻ ലാംഗ്വേജിൽ ഭയങ്കരമായിട്ട് ഡിവോട്ടഡ് ആയിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അത് കളക്ട് ചെയ്യാൻ. ദ ഓണർ ഓഫ് ആൻ ഇംപ്രസീവ് കളക്ഷൻ ഓഫ് ഡിക്ഷണറീസ്. അദ്ദേഹം ഇംപ്രസീവായിട്ട് ഡിക്ഷണറി കളക്ഷൻസ് നടത്താറുണ്ടായിരുന്നു. ഹി ഹാഡ് ഡ്രീംഡ് ഓഫ് ബീങ് ആൻ ഇന്റർപ്രറ്റർ for diplomats and dignitaries. അദ്ദേഹം എന്താണ് ഇന്റർപ്രിട്ടേഷൻ അല്ലെ, ഈ ഒരു വ്യാഖ്യാനം എന്നുള്ള പണി അയാളുടെ ഒരു സ്വപ്നമായിരുന്നു. ആരെയാണ്? നയതന്ത്രജ്ഞർമാർക്കും പിന്നെന്താണ് പ്രമുഖരായിട്ടുള്ള ആളുകൾക്കും അവരുടെ കാര്യങ്ങളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുക. റിസോൾവിങ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് നാഷൻസ്. ജനങ്ങളും എന്താണ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക. ഇതിലൊക്കെ ഒരു സ്വപ്നം കണ്ട ആളായിരുന്നു നമ്മുടെ മിസ്റ്റർ കപ്പാസി. സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട് ഓഫ് പീപ്പിൾ ഹി അലോൺ കുഡ് അണ്ടർസ്റ്റാൻഡ് ബോത്ത് സൈഡ്സ്. പിന്നെ രണ്ട് സൈഡും പ്രശ്നം എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മാത്രം മനസ്സിലായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള സ്വപ്നങ്ങളായിരുന്നു മിസ്റ്റർ കപ്പാസിക്ക് ഉണ്ടായിരുന്നത്. ഹി വാസ് എ സെൽഫ് എഡ്യൂക്കേറ്റഡ് മാൻ. അദ്ദേഹം ഒരു സ്വയം വിദ്യാഭ്യാസം നേടിയ മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഹോബി എന്താ വെച്ചാൽ അദ്ദേഹം എത്തിമോളജീസ് ഓഫ് വേർഡ്സിലെ പദാവലികൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുക. ന്യൂ വേർഡ്സും കാര്യങ്ങളൊക്കെ, ന്യൂ വേർഡ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ എഴുതി കളക്ട് ചെയ്യുക എന്നുള്ളത് അയാളുടെ ഒരു ഹോബിയായിരുന്നു. അറ്റ് വൺ പോയിന്റ് ഇൻ ഹിസ്
life, he was confident that he could converse, if given an opportunity, in English, French, Russian and Portuguese. അയാൾ ഇങ്ങനെ ലാംഗ്വേജ് വേർഡ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷും ഫ്രഞ്ചും റഷ്യനും പോർച്ചുഗീസും ഇറ്റാലിയനും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കളക്ട് ചെയ്തിട്ടില്ല? നോട്ട് ടു മെൻഷൻ ഹിന്ദി, ബംഗാളി, ഒറിയ ആൻഡ് ഗുജറാത്തി ലാംഗ്വേജസ്. അത് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റ് ലാംഗ്വേജുകളിലൊക്കെ അയാൾ സെൽഫ് എഡ്യൂക്കേറ്റഡ് മാൻ ആണ്. സീരീസ് ഓഫ് നോട്ട് ബുക്സ് ഇൻ ദ ഈവനിങ് ബിഫോർ ഹിസ് പാരൻസ് സെറ്റിൽഡ് ഹിസ് മാരേജ്. സീരീസ് ഓഫ് നോട്ട് ബുക്കുകളിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാരേജ് പാരൻസ് സെറ്റിൽ ആക്കുന്നതിന്റെ മുന്നേ തന്നെ അയാൾ വേർഡ്സുകളുടെ എറ്റിമോളജി, അവിടെ ഉത്ഭവം പഠിച്ചിട്ട് അത് നോട്ട് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു. Okay, now let's move to the next paragraph. Now only a handful of European phrases remained in his memory, scattered words for things like saucers and chairs. English was the only non-Indian language he spoke fluently anymore. Kapasi knew it was not a remarkable talent. Sometimes he feared that his children knew better English than he did. Just from watching television, still it came in handy for the tours. Okay. അപ്പോൾ നൗ ഓൺലി എ ഹാൻഡ്ഫുൾ ഓഫ് കുറേ യൂറോപ്യൻ ഫ്രേസസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേ യൂറോപ്യൻ ഫ്രേസസ് ലൈക്ക് സോസർ, ചെയർ എന്നുള്ള വേർഡുകളൊക്കെ അങ്ങനെ തങ്ങി കിടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വാസ് ഓൺലി നോൺ ഇന്ത്യൻ ലാംഗ്വേജ് ഹി സ്പോക്ക് ഫ്ലുവൻ്റ്ലി എനിമോർ. അദ്ദേഹത്തിന് ഏറ്റവും അറിയാവുന്ന ഫ്ലുവൻ്റ്ലി ആയിട്ട് പറയാൻ കഴിയുന്ന ലാംഗ്വേജ് ഏതാണ്? നോൺ ഇന്ത്യൻ ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ അല്ലേ? മിസ്റ്റർ കപ്പാസി ന്യൂ ഇറ്റ് വാസ് നോട്ട് എ റിമാർക്കബിൾ ടാലന്റ്. മിസ്റ്റർ കപ്പാസി പറയാണ് ഇത് ഭയങ്കര ഒരു ടാലന്റ് ഒന്നല്ല. സംടൈംസ് അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നല്ലോ ഇംഗ്ലീഷിന്റെ. അപ്പൊ അതുകൊണ്ട് സംടൈംസ് പലപ്പോഴും എനിക്ക് പേടി തോന്നാറുണ്ട്. ഹിസ് ചിൽഡ്രൻ ന്യൂ ബെറ്റർ ഇംഗ്ലീഷ് ദാൻ ഹി ഡിഡ്. എൻ്റെ കുട്ടികൾക്ക് എന്നെക്കാളും ഇംഗ്ലീഷ് അറിയോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജസ്റ്റ് ഫ്രം വാച്ചിങ് ടെലിവിഷൻ ഒക്കെ വാച്ച് ചെയ്തിട്ട് കുട്ടികൾ എന്നെക്കാളും ഒരു പിടി മുന്നിലായിരിക്കും. സ്റ്റിൽ ഇറ്റ് കെയിം ഇൻ ഹാൻഡി ഫോർ ദ ടൂർസ്. പക്ഷേ ഇന്നൊരു ടൂർ ഓപ്പറേറ്റർ ആയതോടുകൂടി അദ്ദേഹത്തിന്റെ ഭാഷ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാണ്. Okay, Now let's move to the next paragraph. He had taken the job as an interpreter after his first son, at the age of 7, contracted typhoid. That was how he had first made the acquaintance of the doctor. At the time, Mr. Kapasi had been teaching English in a grammar school, and he bartered his skills as an interpreter to pay the increasingly exorbitant medical bills. In the end, the boy had died on one evening in his mother's arms, his limbs burning with fever. But then there was a funeral to pay for, and the other children who were born soon enough, and the newer, bigger house, and the good schools and tutors, and the fine shoes, and the television, and the countless other ways he tried to console his wife and keep her from crying in her sleep. And so when the doctor offered to pay him twice as much as he earned at the grammar school, he accepted. Mr. Kapasi knew that his wife had little regard for his career as an interpreter. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ കഥ പറയാണ്. മിസ്റ്റർ കപ്പാസി ഹാഡ് ടേക്കൺ ദ ജോബ് ആസ് ആൻ എങ്ങനെയാണ് ഇന്റർപ്രറ്റർ എന്ന ജോബിലേക്ക് മിസ്റ്റർ കപ്പാസി എത്തിയത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഇന്റർപ്രറ്ററായി ജോലി ചെയ്യാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മകൻ ടൈഫോയിഡ് വന്ന് മരിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഡോക്ടറുടെ അടുത്ത് ഇന്റർപ്രറ്ററായി മാറിയത്. ദാറ്റ് വാസ് ഹൗ ഹി ഹാഡ് ഫസ്റ്റ് മേഡ് ദ അക്വൈൻറ്റൻസ് വിത്ത് ഡോക്ടർ. മകന് കാണിച്ച ഡോക്ടറായിരുന്നു ഇപ്പോൾ അയാള് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഡോക്ടർ. അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ അസുഖമായതിനു ശേഷം മാത്രമാണ് അവർ തമ്മിൽ ഈ ബന്ധം ഉണ്ടായത്. അറ്റ് ദി ടൈം മിസ്റ്റർ കപ്പാസി ഹാഡ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ സ്കൂൾ. ആ സമയത്ത് മിസ്റ്റർ കപ്പാസി ഒരു ഗ്രാമർ സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. ആൻഡ് ഹി ബാർട്ടേഡ് ഹിസ് സ്കിൽസ് ആസ് ആൻ ഇന്റർപ്രറ്റർ ടു പേ ദ ഇൻക്രീസിംഗ്ലി എക്സോബിയന്റ് മെഡിക്കൽ ബിൽസ്. പക്ഷേ ആ ഒരു
പിന്നെ അദ്ദേഹം ഒരു ഗ്രാമർ സ്കൂളിൽ പഠിക്കുന്ന അയാൾക്ക് ഈ ഹോസ്പിറ്റലിലെ വലിയൊരു എമൗണ്ട് ബില്ല്, എക്സോബിയൻ്റ് മെഡിക്കൽ ബിൽസ് മീൻസ് ഹൈ എമൗണ്ട് ഓഫ് മെഡിക്കൽ ബിൽസ് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു സ്കില്ല്, ഈ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഈ സ്കില്ല് അദ്ദേഹത്തിന് വളരെ ഉപകാരമായി. ആ ഒരു കഴിവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബില്ല് കുറച്ച് നൽകി ഈ ഡോക്ടർ. ഇൻ ദി എൻഡ് ദ ബോയ് ഹാഡ് ഡൈഡ് വൺ ഈവനിങ് ഇൻ ഹിസ് മദേഴ്സ് ആംസ്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും അവരുടെ ആ കുട്ടി അവളുടെ അമ്മയുടെ കൈകളിൽ നിന്നും മരിച്ചു പോവാനുണ്ടായത്. ഈ സ്ലിംസ് ബേണിംഗ് വിത്ത് ഫീവർ, പനിച്ച് വിറച്ചിട്ടായിരുന്നു അവൻ മരിച്ചത്. ബട്ട് ദെൻ വാസ് ദ ഫ്യൂണറൽ ടു പേ ഫോർ ആൻഡ് അതർ ചിൽഡ്രൻ വേർ ടു ബോൺ സൂൺ ഇനഫ്. പക്ഷേ ആ കുട്ടി മരിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ മറ്റു മക്കൾ ഉണ്ടാവുകയും വീടൊക്കെ വലുതാക്കി നല്ല രീതിയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും സ്കൂളിലെ ട്യൂട്ടേഴ്സ്, സ്കൂളിലൊന്നും കൂടെ സാലറി ഒക്കെ കൂടി, നല്ല ഷൂസ്, ടെലിവിഷൻ എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആൻഡ് ദി കൗണ്ട്ലെസ് അതർ വേസ് ട്രൈ ടു കൺസോൾ ഹിസ് വൈഫ്. അദ്ദേഹം പല രീതിയിലും വൈഫിനെ സമാധാനിപ്പിച്ചു. അവളുടെ ഉറക്കത്തിൽ നിന്നും അവളുടെ ഉറക്കത്തിൽ നിന്നുള്ള കരച്ചിലെല്ലാം അയാൾ സമാധാനിപ്പിച്ചു. ആൻഡ് സോ വെൻ ദ ഡോക്ടർ ഓഫേർഡ് ടു പേ ഹിം ട്വൈസ് ആസ് മച്ച് ആസ് ഹി ഏൺഡ് അറ്റ് ദ ഗ്രാമർ സ്കൂൾ, ഹി ആക്സെപ്റ്റഡ്. മിസ്റ്റർ കപ്പാസി ന്യൂ ദാറ്റ് ഹിസ് വൈഫ് ഹാഡ് ലിറ്റിൽ റിഗാർഡ് ഫോർ ഹിസ് കരിയർ ആസ് ആൻ ഇന്റർപ്രറ്റർ. പക്ഷേ നമ്മുടെ കപ്പാസിക്ക് ഡോക്ടർ ഇരട്ടി പൈസ ഓഫർ ചെയ്തു. ഗ്രാമർ സ്കൂളിൽ നിന്നും കിട്ടുന്നതിനേക്കാളും ഇരട്ടി ക്യാഷ് അദ്ദേഹം ഓഫർ ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹം അത് സ്വീകരിച്ചു. മിസ്റ്റർ കപ്പാസി ന്യൂ ദാറ്റ് ഹിസ് വൈഫ് ഹാഡ് ലിറ്റിൽ റിഗാർഡ് ഫോർ ഹിസ് കരിയർ ആസ് ആൻ ഇന്റർപ്രറ്റർ. മിസ്റ്റർ കപ്പാസിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ വൈഫിന് തീരെ ഒരു പരിഗണനയല്ല, ഈ ഇന്റർപ്രറ്റർ എന്ന ജോലിയോണ്ട് അവൾക്ക് തീരെ താല്പര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. He knew it reminded her a son she had lost, and that she resented the other lives he helped in his own small way to save. If ever she referred to his position, she used the phrase doctor's assistant, as if the process of interpretation were equal to taking someone's temperature, changing bedpan. She never asked him for her patients who came to the doctor's office, or said that his job was a big responsibility. അദ്ദേഹത്തിന്റെ വൈഫിന് ഒരിക്കലും ഈ ഒരു ജോലിനോട് വലിയ താല്പര്യമൊന്നും ഇയാൾ ഈ ജോലി ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല. അവൾ ഡോക്ടേഴ്സ് അസിസ്റ്റന്റ് എന്ന പേരിൽ ആ ഒരു ഫ്രേസിൽ അദ്ദേഹത്തെ റെഫർ ചെയ്തെങ്കിലും ഒരിക്കലും ഷീ നെവർ ആസ്ക്ഡ് ഹിം അബൌട്ട് ദ പേഷ്യൻസ്. ഒരിക്കലും അവൾ അവിടെ വരുന്ന പേഷ്യൻസിനെ കുറിച്ചിട്ടോ പിന്നെ ആക്ച്വലി ഇയാളെന്താണ് ശരിക്കും ടേക്കിംഗ് സമ്മൺസ് ടെമ്പറേച്ചർ ഓർ ചേഞ്ചിങ് എ ബെഡ് പാൻ പറഞ്ഞാൽ ബെഡ് റിഡൺ പേഷ്യൻസിന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ടെമ്പറേച്ചർ നോക്കുക, അങ്ങനത്തെ പണിയൊക്കെ എടുക്കുക. ഷീ ആസ്ക്ഡ് ഹിം അബൌട്ട് ദ പേഷ്യൻസ് ഹൂ കെയിം ദ ഡോക്ടേഴ്സ് ഓഫീസ്. ഒരിക്കലും ഡോക്ടേഴ്സിന്റെ ഓഫീസിൽ വരുന്നവരെ കുറിച്ച് ഒരിക്കലും അവൾ ചോദിച്ചിരുന്നില്ല. ഓൾ സെഡ് ദാറ്റ് ഹിസ് ജോബ് വാസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന്റെ ജോബിൽ നല്ലൊരു റെസ്പോൺസിബിലിറ്റിയിലെ ജോബാണ് എന്ന് പോലും ഒരിക്കലും അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞിട്ടില്ല. പക്ഷെ ആര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? മിസ്സിസ് ദാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ ഇതൊക്കെയാണ് പറയുന്നത്. ഹി ടുക്ക് ദ ജോബ് ഓഫ് ആൻ ഇന്റർപ്രറ്റർ ഹൂം ഹി ഫസ്റ്റ് സൺ ഇൻഫെക്റ്റഡ് വിത്ത് ടൈഫോയിഡ്. ഹി ടുക്ക് ദ ജോബ്. അദ്ദേഹം ഈ ജോബ് ഇന്റർപ്രറ്റർ എന്നുള്ള ജോലി തെരഞ്ഞെടുത്തത് എപ്പോഴാണ്? വെൻ ഹിസ് ഫസ്റ്റ് സൺ വാസ് ഇൻഫെക്റ്റഡ് വിത്ത് ടൈഫോയിഡ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മകന് ടൈഫോയിഡായി മരിച്ചതിന് ശേഷം മാത്രമാണ്. That was how he first met the doctor. At that time he was teaching English in a grammar school. After the death of his son, doctor offered him the job as an interpreter and offered twice the money he got at school. His wife didn't like him working at doctors. It reminded him of their last son. ആസ് ഇറ്റ് ഡിമൈൻഡഡ് ഹിം ഓഫ് ലാസ്റ്റ് സൺ. അപ്പം ഇവൾക്ക് ഈ ജോലി ഇഷ്ടമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഒരു കാര്യത്തെക്കുറിച്ച് അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്.
For this reason, it flattered Mr. Kapasi that Mrs. Das was so intrigued by his job. Unlike his wife, she had reminded him of its intellectual challenges. She had also used the word romantic. She did not behave in a romantic way towards her husband, and yet she had used the word to describe him. He wondered if Mr. and Mrs. Das were a bad match, just as he had his wife were. Perhaps they too had little in common apart from 3 children and decade of their lives. The signs he recognized from his own marriage were there. The bickering, the indifference, the protracted silence, her sudden interest in him, an interest she did not express in either her husband or her children, was midly intoxicating. When Mr. Kapasi thought once again about how she had said romantic, the feeling of intoxication grew. ഇങ്ങനെയൊന്നും ചോദിക്കാത്ത കാരണം കൊണ്ട് തന്നെ മിസ്റ്റർ കപ്പാസി ദാറ്റ് മിസ്സിസ് ദാസ് വാസ് സോ ഇൻട്രിഗ്യൂഡ് ബൈ ഹിസ് ജോബ്. പക്ഷെ മിസ്സിസ് ദാസ് അദ്ദേഹത്തിന്റെ ജോലിനെ കുറിച്ച് നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. തന്റെ വൈഫിനെ പോലല്ല. അൺലൈക്ക് ഹിസ് വൈഫ്, ഷീ ഹാഡ് റിമൈൻഡഡ് ഹിം ഓഫ് ഇറ്റ്സ് ഇന്റലക്ച്വൽ ചാലഞ്ചസ്. അയാളുടെ ഇന്റലക്ച്വൽ ചാലഞ്ചിനെ അവൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഷീ ഹാഡ് ഓൾസോ യൂസ്ഡ് ദ വേർഡ് റൊമാൻറ്റിക്. പിന്നെ അവൾ ഒരു പ്രത്യേക വേർഡ് ഉപയോഗിച്ചു, റൊമാൻറ്റിക്. ഷീ ഡിഡ് നോട്ട് ബിഹേവ് ഇൻ എ റൊമാൻറ്റിക് towards her husband. അവൾ ഒരിക്കലും അവളുടെ ഹസ്ബൻഡിന്റെ നേരെ ഒരു റൊമാൻറ്റിക് ആയിട്ട് തിരിഞ്ഞ പോലും ചെയ്തിട്ടില്ല. ആൻഡ് യെറ്റ് ഷീ ഹാഡ് യൂസ്ഡ് ദ വേർഡ് ടു ഡിസ്ക്രൈബ് ഹിം. പക്ഷേ അവൾ മിസ്റ്റർ കപ്പാസിയെ അഡ്രസ് ചെയ്യാനായിട്ടാണ് ഈ റൊമാൻറ്റിക് എന്ന വേർഡ് അവൾ ഇവിടെ ഉപയോഗിച്ചത് കാണുന്നുള്ളൂ. കാരണം ഇയാളിങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിസ്സിസ് ദാസിനി രണ്ടുപേരുടെയും ക്യാരക്ടറും അവരുടെ പെരുമാറ്റമൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്നുണ്ട്. ഒരിക്കലും ഷീ ഡിഡ് നോട്ട് ബിഹേവ് ഇൻ എ റൊമാൻറ്റിക് വേ ടുവാർഡ്സ് ഹർ ഹസ്ബൻഡ്, ആൻഡ് യെറ്റ് ഷീ ഹാഡ് യൂസ്ഡ് ദ വേർഡ് ടു ഡിസ്ക്രൈബ് ഹിം. ഹി വണ്ടേർഡ് ഇഫ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ദാസ് വേർ ബാഡ് മാച്ച്. അവൾക്ക് അത്ഭുതം തോന്നി, ഇവർ രണ്ടുപേരും ബാഡ് മാച്ചാണ്, ജസ്റ്റ് ആസ് ഹി ആൻഡ് ഹിസ് വൈഫ് വേർ. ഞാനും എൻ്റെ വൈഫും ഉള്ളതുപോലെ തന്നെ. Perhaps they too had little in common apart from 3 children and a decade of their lives. The signs he recognized from his own marriage were there. അവര് അതിന് ട്രൈ ചെയ്യുന്ന കൂടിയില്ല. ഹി ആൻഡ് ഹിസ് വൈഫ് വേർ പെർഹാപ്സ് ദേ ടു ഹാഡ് ലിറ്റിൽ ഇൻ കോമൺ അപ്പാർട്ട് ഫോർ 3 ചിൽഡ്രൻ ആൻഡ് ഡിക്കേഡ് ദെയർ ലീവ്സ്. അവളിങ്ങനെ അയാൾ മിസ്റ്റർ കപ്പാസ് ഇങ്ങനെ ആലോചിക്കാണ്, എന്താണ് ഇപ്പോൾ ഒരു ജീവിതം ഇങ്ങനെ ആയാൽ, ഞാനും എൻ്റെ വൈഫും തമ്മിലൊരു മാച്ചില്ല, ഇയാളും ഇയാളുടെ വൈഫും തമ്മിലൊരു മാച്ചില്ല, മക്കൾ തമ്മിലൊന്നും ഒരു ബന്ധമില്ല എന്നിങ്ങനെ ആലോചിക്കുക. ദ സയൻസ് ഹി റെക്കഗ്നൈസ്ഡ് ഫ്രം ഹിസ് ഓൺ മാരേജ് വേർ ദ ബെക്കറിങ്, ഇൻഡിഫറൻസ്, ദ പ്രൊട്രാക്റ്റഡ് സൈലൻസ്. അയാളും ഇങ്ങനെ ആലോചിക്കാണ്, അവര് തമ്മിലുള്ള മാരേജും ഒരു ടൈപ്പിലുള്ള ഒരു നിരാശയാണ്, ഒരു സൈലൻസ് ആണ് ഞങ്ങൾ തമ്മിലുള്ള മാരേജും, ഒരു സംതിങ് ലൈക്ക് ആൻ ആർഗ്യുമെന്റ് എന്നൊക്കെ ആലോചിക്കാണ്. ഹർ സഡൻ ഇൻട്രസ്റ്റ് ഇൻ ഹിം, ആൻ ഇൻട്രസ്റ്റ് ഷീ ഡിഡ് നോട്ട് എക്സ്പ്രസ് ഇൻ ഐദർ ഹർ ഹസ്ബൻഡ് ഓർ ഹർ ചിൽഡ്രൻ. അവൾക്ക് എന്നോടുള്ള അവളുടെ ആ സഡൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അയാളിലുള്ള അതൊരിക്കലും അവളുടെ ഹസ്ബൻഡിന്റെ അടുത്തോ അവളുടെ മക്കളുടെ അടുത്തോ അവൾക്ക് ഉണ്ടായിരുന്നില്ല. വാസ് മിഡ്ലി ഇൻടോക്സിക്കേറ്റിംഗ്. ഇമോഷണലി എക്സൈറ്റഡ് ആയിരുന്നു അവളുടെ ആ ഒരു വികാരം, മിസ്റ്റർ കപ്പാസിയോട് മിസ്സിസ് ദാസിനുള്ള ആ ഒരു വികാരം. വെൻ മിസ്റ്റർ കപ്പാസി തോട്ട് വൺസ് അഗെയിൻ അബൌട്ട് ഹൗ ഷീ ഹാഡ് സെഡ് റൊമാൻറ്റിക്, ദ ഫീലിംഗ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഗ്രൂ. വീണ്ടും അദ്ദേഹം ആലോചിച്ചു, എങ്ങനെയാണ് ഇവൾ ഈ ഒരു എക്സ്പ്രഷൻ എൻ്റെ പേരിൽ ഉപയോഗിച്ചത്. ഇതിനെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും ഇമോഷണലി എക്സൈറ്റഡ് ബൈ മിസ്റ്റർ കപ്പാസി. മിസ്റ്റർ കപ്പാസിക്ക് ഭയങ്കരമായിട്ട് ഇൻടോക്സിക്കേഷൻ ഉണ്ടായി, ഇമോഷണൽ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി ഇൻ മിസ്റ്റർ കപ്പാസിയിൽ. So when Mr. and Mrs. Das talked very highly about their profession, he felt flattered. അവർ ഭയങ്കരമായിട്ട് അവരുടെ പ്രൊഫഷനെ കുറിച്ചിട്ടൊക്കെ പറയാണ്. മിസ്സിസ് ദാസ് റെക്കഗ്നൈസ്ഡ് ഹിസ് ഇന്റലക്ച്വൽ ചാലഞ്ച് ഹി ഫേസ്ഡ് ഇൻ ഹിസ് ജോബ്. അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആ ഒരു വെല്ലുവിളി അവൾക്ക് മനസ്സിലായി. ദ ഫാക്ട് ദാറ്റ് ഷീ യൂസ്ഡ് ദ വേർഡ് റൊമാൻറ്റിക് ഓൾസോ അഫക്റ്റഡ് ഹിം. അപ്പോൾ ഈ ഒരു റൊമാൻറ്റിക് എന്നുള്ള വേർഡ് ഇവള്
ഇയാളെ പേരിൽ ഉപയോഗിക്കുകയാണ്. ഇയാളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ഇയാളെക്കുറിച്ച് പറയാനായിട്ട് ഈ റൊമാൻറ്റിക് എന്നുള്ള വേർഡ് ഇവൾ ഉപയോഗിക്കുകയാണ്. വെൻ ഹി സോ ദ ഇൻഡിഫറൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മിസ്റ്റർ ആൻഡ് Mrs. Das, he remembered his relationship with his wife. He found the interest Mrs. Das took towards him very attractive. Slowly his attention for her. അയാളുടെ അറ്റൻഷനും അവളിലേക്കായി മാറി. Now I conclude here. Hope you understood well. Thank you.